ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഓഫീസ് ഉള്ള ദിവസത്തെ അവിടുത്തെ ഫുൾ കാഴ്ചകളാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡായിരുന്നു. ബ്രെഡ് റോസ്റ്റ് ചെയ്ത് മറ്റേ നെയ്യൊക്കെ ഒഴിച്ച് റോസ്റ്റ് ചെയ്തു. അതിനകത്ത് കുറച്ച് തേനും കൂടി ഇട്ടിട്ട് ഉള്ളതാണ്. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോണത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് തോപ്പുംപടി ബസ്സുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ബസ്സിൽ കയറിയപ്പോഴത്തേക്കും തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി. റെയിൽവേ സ്റ്റേഷൻ വീടിൻ്റെ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ നോക്കുമ്പോൾ അധികം തിരക്കൊന്നുമില്ല. നമ്മുടെ ട്രെയിൻ വരാറാകുമ്പോൾ കണ്ടോണം, നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നേക്കുവാണ്. മെമു ആണ് ഗൈസ്, നിങ്ങൾ നോക്കുക. ഇപ്പം തന്നെ കണ്ടില്ല, ഇത്രയും തിരക്കുണ്ട്. ഇനി അകത്ത് കയറുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ അകത്തുള്ള തിരക്ക്. നമുക്ക് നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. കാരണം ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന എല്ലാവരും കയറുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മുടെ ചേർത്തലയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തുറവൂര് കുറേ നേരം ഒരു 1/4 മണിക്കൂർ അവിടെ പിടിച്ചിടും. അപ്പോൾ അതാണ് സഹിക്കാൻ പറ്റാത്തത്. കണ്ടില്ലേ, അങ്ങനെ ഇവിടെ നിന്നും ട്രെയിൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഒരു 1 അവർ ജേർണിക്ക് ശേഷം നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ട്രെയിനിൽ നിന്ന് ഇറങ്ങാം. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് അപ്പുറത്തെ സൈഡ് കൂടി പോകാനാണെങ്കിൽ പെട്ടെന്ന് എത്തും. ബട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറങ്ങി പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പണി ഇതൊന്നുമില്ല. എന്നാലും ടൈം പോകാമല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ചെന്നാലും ചുമ്മാ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കറങ്ങി പോണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ. ഗൈസ്, നിങ്ങൾ നോക്കി, ഇത്രയും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരും നമ്മുടെ ആ ഒരു മെമുന്ന് ഇറങ്ങുന്നവരാണ്. ഈ മെമു ആകുമ്പോൾ എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? എറണാകുളം സൗത്ത് മെട്രോ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെ പോയാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വന്ന വഴിയിലെത്താൻ പറ്റും. നേരെ പോകേണ്ടതിന് പകരം നമ്മൾ വളഞ്ഞ് പോകും, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതിലേ കൂടെ എത്തുവാണെങ്കിൽ പിന്നെയും കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ വന്ന സ്ഥലം. ഗൈസ്, നമ്മളങ്ങനെ വന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ്. ഇനി ഇപ്പുറത്തെ വഴി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ സൈഡിലോട്ട് പോകാൻ പറ്റും. ഗൈസ്, നമ്മൾ വന്ന മെമു കിടക്കുമ്പോൾ ഇനി നമുക്ക് ഈ പാലത്തിൽ കടന്ന് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തി. ഇതാ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ നേരെ താഴത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാം. അവിടെ കയറി കഴിഞ്ഞാലും വേറെ ആരും കാണത്തില്ല ഈ സമയത്ത്. ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വന്നതല്ലേ ഉള്ളൂ. ഞാൻ 2 ദിവസം ലീവായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കീ ഇല്ല. കീ വന്നതുവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി. സ്റ്റുഡൻസ് വരാൻ ടൈം ആയിട്ടില്ല. അതുവരെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് പുറത്ത്. അപ്പം നമുക്ക് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കുകയും അതൊക്കെ ചെയ്യണം. കാരണം കുറച്ച് ദിവസമായി ചെടിയൊക്കെ നനച്ചിട്ട്. അപ്പം ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞ് ഞാൻ നേരെ വർക്കിലേക്ക് കയറി. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. കാരണം എൻക്വയറീസിൻ്റെ മെയിൽ ചെക്ക് ചെയ്യണം. പിന്നെ മെയിൽ അയക്കാനുണ്ട്. പിന്നെ ഡാറ്റ കുറച്ച് നോക്കാനുണ്ട്. ഞാൻ 2 ദിവസം ലീവായതുകൊണ്ട് കുറേ ഡാറ്റ പെൻഡിങ് ആണ്. അപ്പോൾ ആ ഡാറ്റയൊക്കെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട്. ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ്സിലോട്ട് പോയി ഒരു 2-2.5-3 മണിക്കൂറത്തെ ക്ലാസ് ആയിരുന്നു. പിള്ളേർക്ക് എക്സാം നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ എക്സാം ഒന്ന് നടത്താനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടോപ്പിക്സും തീരാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് വീക്ക് അവരുടെ മെയിൻ എക്സാം ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ടോപ്പിക്കൊക്കെ ഒന്ന് തീർക്കേണ്ടതുണ്ട്. പിന്നെ റിവിഷൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ റിവിഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ റിവിഷൻ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ബാച്ചും കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇവരെ പഠിപ്പിച്ചൊന്ന് തീരുമ്പോൾ തന്നെ നമ്മൾ ആകെ ടയേർഡാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കുടിക്കാം. ഇവിടെ തന്നെ നമുക്ക് കെറ്റിലൊക്കെ ഉണ്ട്. പിന്നെ ചായപ്പൊടിയാണെങ്കിലും തേയിലയാണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് കുറേ നേരത്തെ തൊണ്ടയുടെ കാരണം തൊണ്ടയ്ക്ക് വേദനയായി. അതുകൊണ്ട് നല്ല ചൂട് കാപ്പി കുടിക്കാം. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാം ഗൈസ്. ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് പഞ്ചസാര ഇല്ലായിരുന്നു. പഞ്ചസാര ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നേരെ
കാപ്പിപ്പൊടി ഇട്ട് അത് അങ്ങോട്ട് കുടിക്കുവാണ്. കാരണം കുറച്ച് ദിവസമൊക്കെ ഷുഗർ ഡയറ്റ് ഒക്കെ എടുക്കാൻ കഴിച്ചു. എന്തിനാ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ഒക്കെ ആകണ്ടേ. അതുകൊണ്ട് ഞാൻ ഷുഗർ ഡയറ്റിലുണ്ടായിരുന്ന ടൈമിലും ഞാനങ്ങനെ പഞ്ചസാര ഇട്ട് കുടിക്കത്തില്ലായിരുന്നു. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ടല്ല, എന്നാലും കുറച്ച് കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പിള്ളേർ അടുത്ത സെറ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞായി. ആ സമയത്താണ് ഞാൻ കഴിക്കണത്. കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നേരെ പനപ്പള്ളി നഗറിൽ പോയി. പിന്നെ അവിടെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ വന്ന വഴിക്ക് മോമോസിൻ്റെ കട കണ്ടു. പൈസ ഇല്ലാത്ത കാരണം മോമോസ് മേടിച്ചില്ല. ചുമ്മാ കടയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് നമുക്കിനി നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. അവിടെ പോയി നമുക്ക് കുറച്ച് ഡാറ്റയൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് ഡാറ്റ പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളത് എത്തി. അപ്പോൾ എത്തിയിട്ട് ഇനി ബാക്ക് ടു വർക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ്റെ അകത്ത് 2 സെക്ഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്യാനുണ്ടായിരുന്നു. മാം ആണെങ്കിൽ അപ്പുറത്ത് വേറെ മീറ്റിങ്ങിലാണ്. അപ്പം അങ്ങനെ ഒരു 5:40 ആകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിന് വേണ്ടി മീറ്റിംഗ് ആണ്. ട്രെയിൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. തന്നെ സമയം കണ്ടില്ല, 5:41 പിന്നെ വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വിശക്കുന്നില്ല. കാരണം ലേറ്റായിട്ട് ചോറ് കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല. കണ്ടില്ല കഴിച്ച് ഇത്രയും ആൾക്കാർ നമ്മുടെ ട്രെയിനിൽ കയറാനുള്ളതാണ്. എറണാകുളം കായംകുളം പാസഞ്ചറുണ്ട്. ആ പാസഞ്ചറിന് കയറാനുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. പിന്നെ ട്രെയിൻ വന്നപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങി. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരത്തെ ഉറക്കത്തിന് ശേഷം നമ്മൾ ചേർത്തലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേർത്തലയിൽ ഇറങ്ങുമ്പോൾ കണ്ടില്ല, ചേർത്തലയിലും അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ ഇറങ്ങും. കയറുമ്പോഴും നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നല്ല ആൾക്കാരുണ്ട്. ഇറങ്ങുമ്പോഴും അതേ നല്ല ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്കിനി ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്തായാലും കറക്റ്റ് ടൈമാണ്. നമ്മളിപ്പുറത്തോട്ട് കടന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ബസ്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനി നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയി ഫ്രഷ് ആകണം. ഉറക്കമുണ്ട് കഴിച്ച് നല്ല രീതിക്ക് ഒന്ന് കിടന്ന് ഉറങ്ങണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നറൊന്നും അങ്ങനെ കഴിക്കാറില്ല. വല്ലതും ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതേ കഴിക്കത്തുള്ളൂ. അതിന് നേരെ കിടന്ന് ഉറങ്ങണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.